കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുകയാണ്. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം വീണ്ടും കളത്തിൽ. കൊച്ചിയിൽ കല്ലൂർ സ്റ്റേഡിയത്തിൽ ചെന്നൈയിൻ FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ISL പോരാട്ടത്തിൽ തുടർച്ചയായുള്ള 3 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് കൊമ്പന്മാർ നിൽക്കുന്നത്. 8 പോയിന്റാണുള്ളത്. 8 മത്സരങ്ങളിൽ നിന്ന് 4 മത്സരങ്ങൾ ഇതുവരെ പരാജയപ്പെട്ടു. എന്തായാലും ചെന്നൈയിനെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനൊരു വിജയം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ സീസണിലെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമാകുന്ന മത്സരങ്ങളാണ് ഇനി വരുന്നതെല്ലാം. ഇപ്പോൾ ചെന്നൈയിനായിട്ടാണ് മത്സരം, അത് കഴിഞ്ഞാൽ ഗോവയായിട്ടുണ്ട് മത്സരം, രണ്ടും ഹോമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 എവേ പോരാട്ടങ്ങളാണ്. ബംഗളൂരു ആണ് ഒരു എതിരാളികൾ, പിന്നെ വരുന്നത് മോഹൻ ബഗാൻ. ഇത് രണ്ടും എവേ പോരാട്ടങ്ങളാണ്, വമ്പന്മാരാണ്. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു 4 മത്സരങ്ങൾ, ഇനി വരാൻ പോകുന്ന 4 മത്സരങ്ങളിലെ പ്രകടനത്തിനനുസരിച്ചായിരിക്കും ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായുള്ള കാര്യം ക്വാമി പെപ്ര തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയിരുന്നു. അപ്പം അതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ക്വാമി പെപ്ര ടീമിലുണ്ടാകും. അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11 കളിക്കാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ജീസസ് ഹിമിനസ് അത്രയും നല്ല രീതിയിൽ ടോപ്പ് ഗോൾ സ്കോററൊക്കെ നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹം സബ്ബായി വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പിന്നെ നോഹ പൂർണ്ണ അർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് സബ്ബായിട്ടാണ് ഇറങ്ങിയത്, കാരണം ഒരു പരിക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയതായിരുന്നു. അപ്പോൾ നോഹയും ജീസസ് ഹിമിനസും എന്തായാലും സ്റ്റാർട്ടിംഗ് 11 തന്നെ ഉണ്ടാകും. പിന്നെ ലൂണയും കോറോസിംഗും ഒക്കെ സ്റ്റാർട്ടിംഗ് 11 ഇടം പിടിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കോറോസിംഗ് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ ഡിഫൻസ് ആണ് നമുക്കൊരു പ്രശ്നമായിട്ട് വരിക. കാരണം ചെന്നൈയിൻ മികച്ച ടീമാണ്, അവർ നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അവർ 12 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. ഓവൻ കോയൽ എന്ന് പറയുന്ന ISLൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള പരിശീലകൻ. മുമ്പ് ചെന്നൈയിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു. അതിനു മുമ്പ്, അതായത് ഈ ഒരു ടേമിന് മുമ്പ് ജംഷഡ്പൂരിനെയും പരിശീലിപ്പിച്ച് ഇംഗ്ലീഷ് ഫുട്ബോളിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള, വളരെ ട്രഡീഷണൽ ഫോമാറ്റിലൂടെ കളിക്കുന്ന ഒരു കോച്ചാണ് ഓവൻ കോയൽ. 4-4-2 അല്ലെങ്കിൽ 4-1-4-1 എന്നുള്ള ഫോർമേഷനിലൊക്കെയാണ് ടീമിനെ അദ്ദേഹം അണിനിരക്കുക. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിൻ FC മുംബൈ സിറ്റിയെ 1-1 സമനിലയിൽ തളച്ചിരുന്നു. അതിന് മുമ്പത്തെ പോരാട്ടത്തിൽ 5-1 ചെന്നൈയിൻ ജാംഷഡ്പൂരിനെ തകർത്തത്. അപ്പം എതിരാളികളുടെ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ചെന്നൈയിൻ FC. ചെന്നൈയിൻ FCൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത അവരുടെ വിദേശ താരങ്ങളുടെ, മികച്ച ക്വാളിറ്റിയുള്ള വിദേശ താരങ്ങളുടെ സാന്നിധ്യമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമെന്ന് പറയുന്നത് സ്കോട്ടിഷ് പ്ലെയറായ കോണർ ഷീൽസ് തന്നെയാണ്. കോണർ ഷീൽസ് റൈറ്റ് വിങ്ങിൽ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു പ്ലേ മേക്കറുടെ ഒരു അഡീഷണൽ റോൾ പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് ഷീൽസ്. അപ്പോൾ ഷീൽസിനെ തടയുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയായിരിക്കും. നവോച്ച സിംഗിനായിരിക്കും പ്രധാനമായും ആ ഒരു റോൾ ഉണ്ടാകുക. അതിനൊപ്പം തന്നെ വിൻസി ബെരാറ്റോയും ഉണ്ടാവും. അപ്പം ഇവർ രണ്ടുപേരെയും, കോണർ ഷീൽസിനെയും വിൻസി ബെരാറ്റോയും, നമ്മുടെ മുൻ താരമാണ് ബെരാറ്റോ, ഇവർ രണ്ടുപേരെയും നിയന്ത്രിക്കുക എന്നുള്ളതായിരിക്കും നവോച്ചയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട റോൾ. പിന്നെ നവോച്ച മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡിഫൻസ് ടീമിൽ, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് ലൈനപ്പിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏക പ്ലെയർ എന്ന രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നത് നവോച്ചയാണ്. പിന്നെ വേറെ മികച്ച താരങ്ങൾ ചെന്നൈയിൻ FCക്ക് ഉണ്ട്. ഇപ്പോൾ ചെന്നൈയിൻ FCയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയുള്ള എൽസീഞ്ഞോ ഒരു വലിയ ടവറിംഗ് ഫിഗർ തന്നെയാണ്. പ്രത്യേകിച്ച് ഡിഫൻസിൽ അദ്ദേഹം നൽകുന്നൊരു കോൺട്രിബ്യൂഷൻ, കാരണം അദ്ദേഹത്തെ കടന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് നിരക്ക്, പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ ബിൽഡപ്പിലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിനൊപ്പം ഡിഫൻഡർ എന്നുള്ള രീതിയിൽ റയൻ എഡ്വേർഡ്സിന്റെ സാന്നിധ്യം, വിദേശ താരമാണ്. അപ്പോൾ റയൻ എഡ്വേർഡ്സിന്റെ സാന്നിധ്യം ഒരു പ്രധാനപ്പെട്ട മുതൽക്കൂട്ട് തന്നെയായിരിക്കും ചെന്നൈയിൻ FCയെ സംബന്ധിച്ച്. പിന്നെ ചെന്നൈയിൻ FCയിൽ വേറെയും താരങ്ങളുണ്ട്. നമുക്കറിയാം വിൽമർ ജോർദനാണ് അവരുടെ സ്ട്രൈക്കർ. നല്ല ഹൈറ്റൊക്കെ ഉള്ള, വളരെ ഫിസിക്കുള്ള ഒരു കൊളംബിയൻ താരമാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ താരങ്ങളായ ഫാറൂഖ് ചൗധരി ഉണ്ട്. പിന്നെ കിയാൻ നസ്രി വേണമെങ്കിൽ ഇറങ്ങി വരും. അദ്ദേഹം ചിലപ്പോൾ സബ്ബായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കളിക്കും. മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് കിയാൻ നസ്രി. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഒരു അറ്റാക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ അവരുടെ ഗോൾ കീപ്പർ മുഹമ്മദ് നവാസാണ്. മുഹമ്മദ് നവാസ് നല്ല ഗോൾ കീപ്പറാണ്. പക്ഷേ ഇടയ്ക്ക് ചില സെറ്റ് പീസസുകളിലൊക്കെ അദ്ദേഹത്തിന് ചില പിഴവുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സീസണിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫൈനൽ തേർഡിൽ ഗോളുകൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് ടൈമിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ നേടാൻ പറ്റില്ല. കിട്ടുന്ന അവസരങ്ങൾ, അതായത് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് റിസൾട്ടിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇത്. കാരണം ക്ലിനിക്കൽ അല്ല, അതായത് ഫൈനൽ തേർഡിൽ ഒരു ക്ലിനിക്കൽ പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നില്ല. പിന്നെ ഡിഫൻസ് ആണ്. ഇപ്പം ഗോൾ കീപ്പർ
സച്ചിൻ സുരേഷ് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പരിക്കൊക്കെ മാറി ഏതാണ്ട് പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ആശ്വാസമായുള്ള ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ സംകുമാറിനെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം ഡെഡ്ലി ആയുള്ള ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വിൽമർ ജോർദനെയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ കോണർ ഷീൽസിനൊക്കെ പോലുള്ള ഡെഡ്ലി ആയുള്ള പ്ലെയേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊരു ചോദ്യമാണ്. പിന്നെ ഐബൻ ഡോഹ്ലിംഗ് തിരിച്ചെത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അദ്ദേഹം പരിക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഐബൻ ഡോഹ്ലിംഗ് സന്ദീപ് സിംഗിന് പകരം സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ ഹോർമി ചിലപ്പോൾ റൈറ്റ് ബാക്കിൻ്റെ റോൾ കളിക്കാൻ സാധ്യത. പിന്നെ ടീം എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട സംഭവം തന്നെയാണ്. ഇപ്പം പ്രീതമാണോ അല്ലെങ്കിൽ പ്രീതമിനൊപ്പം മിലോസ് കളിക്കുമോ? മിലോസിൻ്റെ ഒരു ഫിസിക്കൊക്കെ വെച്ചിട്ട് മിലോസിന് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അങ്ങനെ ഫിസിക്കുള്ള ഒരു ടീമാണ് ചെന്നൈ. പക്ഷേ മിലോസിൻ്റെ ഈ ഒരു മടി അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു കെയർലെസ്നെസ് അത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളത് നമുക്കിപ്പോഴും ഒരു പ്രോബ്ലമാണ്. കൊയ്ഫിനെ എവിടെ കളിപ്പിക്കും? സെൻട്രൽ ബാക്കായിട്ട് കൊയ്ഫ് കളിക്കുമോ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുമോ ഉള്ള കാര്യം നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഐമൻ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം പിടിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം ഐമൻ ചെറിയൊരു പരിക്കായിട്ടാണ് അദ്ദേഹത്തെ പിൻവലിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം റിക്കവർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. പിന്നെ അഡ്രിയാൻ ലൂണയുടെ ഭാഗത്ത് നിന്ന് ഇന്നൊരു നല്ല പെർഫോമൻസ് തന്നെ ടീം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ലൂണയ്ക്ക് ഈ ഒരു ടീമിന്, അതായത് ചെന്നൈ പോലുള്ളൊരു ടീമിനെതിരെ ലൂണയുടെ ഒരു മാജിക്കൽ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുകയാണെങ്കിൽ വളരെ ഗുണം ബ്ലാസ്റ്റേഴ്സിന് ചെയ്യും. പക്ഷെ അദ്ദേഹത്തിൻ്റെ മോശം ഫോമാണ് നമുക്കൊരു പ്രോബ്ലമായി നിൽക്കുന്നത്. അപ്പോൾ ലൂണയ്ക്ക് ഇതൊരു നിർണായക മത്സരമായിരിക്കും. കാരണം തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ മാർക്ക് കറക്റ്റായിട്ട് ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. സ്പീഡിയായുള്ള അറ്റാക്കുകളൊക്കെ വഴി ചെന്നൈയിൻ ഡിഫൻസിലേക്ക് കടന്നു കയറുക എന്നുള്ളതായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലക്ഷ്യം. പ്രത്യേകിച്ച് നോഹയ്ക്ക് ഈ ഒരു വലിയ റോൾ ഈ ഒരു പാട്ടിലുണ്ടാവും. കാരണം നോഹ ഇത്തരം സോളോ റണ്ണുകളും സ്പീഡി അറ്റാക്കുകളൊക്കെ നടത്താൻ വിദഗ്ധനായൊരു താരമാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ യുംനമും പിന്നെ റയൻ എഡ്വേർഡ്സും ചേർന്ന സെൻട്രൽ ബാക്ക് പെയർ എന്ന് പറഞ്ഞാൽ വളരെ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മിന്നൽ നീക്കങ്ങളൊക്കെ നടത്തി കബളിപ്പിച്ചൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള ഒരു പ്രിവ്യൂ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വിജയം തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഗംഭീര തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വിജയം നേടാൻ സാധിച്ചത്. കാരണം നല്ല രീതിയിൽ കളിക്കുന്ന ചെന്നൈയിനെതിരെ ഒരു വിജയം നേടാൻ സാധിച്ച ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെ ബ്ലാസ്റ്റേഴ്സിന് നടത്താൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്? കാരണം ചെന്നൈയിനെ തളയ്ക്കാൻ അല്ലെങ്കിൽ ചെന്നൈയിനെതിരെ ഒരു വിജയം നേടാൻ നമ്മുടെ ടീമായ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.